വെയിലൊക്കെ കൊണ്ട് വിറ്റാമിനൊക്കെ കിട്ടി കുറച്ച് വിശ്രമിക്കാമെന്ന് വിചാരിച്ച് വ്യായാമമെല്ലാം കഴിഞ്ഞ് ദാ ശവാസനത്തിലാണെന്ന് തോന്നുന്നു. ഞാനിപ്പോൾ ചെമ്പരത്തിപ്പൂവിൻ്റെ ചായ ശീലമാക്കിയിട്ടോ. മുടക്കില്ലല്ലോ. 10 പൈസ മുടക്കില്ല. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ടാവുന്നുണ്ട്. എന്തെങ്കിലും ഒരു പ്രയോജനം ആയിക്കോട്ടെ എന്നുള്ള കാലത്തോളം കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു പൊടിച്ചായ കുറഞ്ഞ് കിട്ടും. എപ്പോഴും എന്നെ ചീത്ത പറയും, ഞാൻ എപ്പോഴും ചായ കുടിക്കുമെന്നും പറഞ്ഞ് മക്കൾക്ക് ഇഷ്ടമല്ല. മക്കളൊക്കെ ചായയൊന്നും കഴിക്കില്ല. പക്ഷേ നമ്മൾ പഴയ ആൾക്കാരായതുകൊണ്ട് ഈ ചായ കുടിച്ചില്ലെങ്കിൽ എന്തോ ഒരു അസ്വസ്ഥതയാണ്. ഈ സ്ഥിരമായിട്ട് ബീഡി വലിക്കാത്തവർക്ക് ബീഡി കിട്ടാണ്ടിരുന്നാലോ സിഗരറ്റ് കിട്ടാണ്ടിരുന്നാലോ ഉള്ള പോലെ ഒരു അസ്വസ്ഥത. അപ്പോൾ ഞാനത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതിലേക്ക് മാറിയത്. അപ്പോൾ ഒരു ചായ കുറഞ്ഞ് കിട്ടും. എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ, കുറച്ച് ദിവസം കഴിച്ച് നോക്കട്ടെ. ഇപ്പോൾ ഒരാഴ്ചയായി കഴിക്കുന്നു. പിന്നെ എൻ്റെ കൂട്ടുകാരെ, എൻ്റെ മിഷൻ നന്നാക്കി കിട്ടിയിട്ടോ. അന്നേരം തന്നെ പകുതി സമാധാനമായി. പിന്നെ കുറച്ച് വർക്കൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ സൈസ് ചെയ്യാനുള്ള ചുരിദാറിൻ്റെ ടോപ്പുകൾ ഒക്കെ അഴിച്ചും പറിച്ചുമൊക്കെ ഇട്ടേക്കുവാണ്. കൈ അഴിക്കണം, ഷോൾഡർ കുറയ്ക്കണം, വണ്ണം കുറയ്ക്കണം, കൈയും കുറയ്ക്കണം. അങ്ങനത്തെ കുറേ വർക്കുകൾ വന്നിട്ടുണ്ട്. പിന്നെ കല്യാണത്തിന് പോകാനുള്ളവരുടെ കുറച്ച് ഡ്രസ്സ്, പട്ടുസാരിയൊക്കെ അതിൻ്റെ ലൈനിങ്ങൊക്കെ ഞാൻ വാങ്ങി വന്നു. ഇതൊരു സാധാ സാരി, ഒരു ഫാൻസി സാരിയാണ്. ഇത് രണ്ടും പട്ടുസാരിയാണ്. അപ്പോൾ മിഷൻ നന്നാക്കി കിട്ടിയ കാരണം ഒരു സമാധാനമായി. ഇനി ചെറിയ ചെറിയ വർക്കുകളിലേക്ക് പോവും. അപ്പോൾ ജാങ്കോയുടെ കാര്യമാണ്. ജാങ്കോയുടെ വീഡിയോ എപ്പോഴും പിടിക്കാൻ ചിലപ്പം സമയം കിട്ടുമ്പോഴൊക്കെ ഇടലുണ്ട് കേട്ടോ. എമർജൻസി ടൈമിൽ ഞാൻ ഇവനെയാണ് ഉപയോഗിക്കാറ്. ഇവൻ പണിമുടക്കിയിരിക്കുകയാണ്. ഇവൻ എന്നോട് പിണങ്ങി. കാരണം കുറേ നാൾ ഇവനെ ശ്രദ്ധിച്ചിട്ടേയില്ല. ഈ നോബ് അനങ്ങുന്നേയില്ല. അപ്പോൾ ഇനി മറ്റേത് നന്നാക്കി കിട്ടിയ കാരണം ഇത് കുറച്ച് സാവകാശം ശരിയാക്കിയാൽ മതിയല്ലോ. ഇതിനെ കൊണ്ടുപോകണം ഈ ആഴ്ച.